ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ അത് ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വലിപ്പമുള്ള 5 നെല്ലിക്കയാണ്. നെല്ലിക്ക ക്ലീൻ ചെയ്ത് അതിന് ശേഷം അതിന് പുറത്തുകൂടി കത്തി കൊണ്ട് ചെറുതായിട്ട് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കളറ് മാറി. ഇനി അതിലേക്ക് ക്യൂബ് ഷേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന സവാളയാണ്. അത് വലിപ്പമുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന സവാള അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരും, ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരും. ആ സമയത്ത് ഇതാ തക്കാളി, പഴുത്ത തക്കാളി 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിൻ, അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ശേഷം സവാളയുടെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ചുരുങ്ങി ശരിക്കും കുക്കായി വരണം. ഓക്കെ, അതുവരെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് സോട്ട് ചെയ്യാം, ഇളക്കി കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നു. അപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ മല്ലിപ്പൊടി അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല അതുകൂടി പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. ഈ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മസാലയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരും. തക്കാളിയുടെ തൊലിയൊക്കെ നന്നായിട്ട് ചുരുങ്ങി വരണം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്നും വാങ്ങാം. തണുത്തതിന് ശേഷം മിക്സിയിൽ വളരെ നന്നായിട്ട് അരച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വീണ്ടും കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യുക. കടുക് ഇടുക. 2-3 ചുവന്നുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1-2 വറ്റൽമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ നെല്ലിക്ക അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നെല്ലിക്ക അത് കട്ട് ചെയ്യാതെ അതുപോലെ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്ക മുറിച്ച് അതിലെ കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒന്ന് വരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. വരഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് ഇതിനെയൊന്ന് നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് അവസാനം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക അത്യാവശ്യം ഒന്ന് കുക്കായി വരണം, ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരും. ആ സമയത്ത് ഒരു തേങ്ങയുടെ പകുതി മതിയാവും. പിഴിഞ്ഞുണ്ടാക്കിയ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ അത് ഓപ്ഷണലാണ്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ അതുകൂടി ചേർത്ത് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെല്ലിക്കയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നെല്ലിക്ക സ്റ്റൂ അല്ലെങ്കിൽ നെല്ലിക്ക സ്റ്റൂ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. So I shall come back with another amazing video. Till then, bye bye. This is from Alaigra Space and thank you so much for watching my video.